കടം നൽകിയ ലക്ഷങ്ങളും സ്വർണ്ണാഭരണങ്ങളും തിരികെ ആവശ്യപ്പെട്ട വീട്ടമ്മയുടെ കുത്തിയിരിപ്പ് സമരം. കൊല്ലം മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പറും ബിജെപി നേതാവുമായ സുരേഷിനെതിരെയാണ് പ്രതിഷേധം. മൺട്രോത്തുരുത്ത് പട്ടംതുരുത്ത് സ്വദേശിനി ലീലാഭായിയാണ് തന്നെ ബിജെപി നേതാവ് ചതിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചത്. എനിക്ക് ഒരു വെള്ളവും വേണ്ട, എനിക്ക് ഒരു വെള്ളവും വേണ്ട. വീടുപണി നടക്കുന്നു, കൂലി നൽകാൻ പണമില്ല, തന്നെ സഹായിക്കണമെന്ന് ആറ്റുപുറം സുരേഷ് ലീലാഭായിയുടെ കാല് പിടിച്ച് പലപ്പോഴായി 2.5 ലക്ഷം രൂപയും പണയം വെക്കാനെന്ന വ്യാജേന 3/4 പവൻ സ്വർണ്ണാഭരണവും കൈക്കലാക്കി. പലതവണ പണവും സ്വർണവും തിരികെ ആവശ്യപ്പെട്ട് ലീലാഭായി സുരേഷിന്റെ വീട്ടിൽ ചെന്നു. പക്ഷേ തന്നെ സുരേഷ് കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പിന്നീടാണ് ലീലാഭായി മനസ്സിലാക്കിയത്. തുടർന്ന് മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് ഓഫീസിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഒരു നിർവാഹവും ഇല്ല, എനിക്ക് ജീവിക്കാൻ ഒരു വരുമാനമില്ല. 2.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവരുടെ വീട് പണിക്ക് കുറേശ്ശെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പണിക്കാർക്ക് കൊടുക്കാൻ കൂലി കൊടുക്കുന്നതിനാണ് എൻ്റെ ഇന്ന് സ്വർണം വാങ്ങിച്ചത്. പണയം വെച്ച് പണിക്കാർക്ക് കൂലി കൊടുക്കണം, അവരിത്ര മണിക്ക് പണി നിർത്തും എന്നും പറഞ്ഞൊക്കെ കുറേശ്ശെ വാങ്ങി 2-3 ദിവസത്തെ അവധി പറഞ്ഞ് വാങ്ങി. ഇപ്പോൾ 5-6 കൊല്ലമായി ഞാൻ കാലത്ത് മയത്ത് നടന്ന് എന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചീത്ത വിളിക്കുകയും അടിക്കാൻ വരികയും ചെയ്യുന്നു. എനിക്കിതിന് ഓണത്തിന് മുമ്പ് എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരണം. ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ. തൻ്റെ മരണത്തിന് ഉത്തരവാദി ആറ്റുപുറം സുരേഷാണെന്ന് ലീലാഭായി പറഞ്ഞു. എനിക്ക് എൻ്റെ മരണത്തിന് ഉത്തരവാദിയായ പഞ്ചായത്ത് മെമ്പറായ BJPയുടെ ഒരു പഞ്ചായത്ത് മെമ്പറായ സുരേഷ് ആണ് എൻ്റെ മരണത്തിന് ഉത്തരവാദിയാകാൻ പോകുന്നത്. ലീലാഭായി പോലീസിനും പരാതി നൽകി. 2.5 ലക്ഷം രൂപയും 3/4 പവൻ സ്വർണ്ണാഭരണവും BJP നേതാവായ വാർഡ് മെമ്പർ തിരികെ നൽകുന്നില്ലെന്ന് പരാതിയിൽ പറയുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.